കൊടകര കുഴൽപ്പണം കൈകാര്യം ചെയ്തവർ ഷാഫി പറമ്പിലിന് 4 കോടി നൽകിയെന്ന വെളിപ്പെടുത്തലുണ്ടായി 10 ദിവസം പിന്നിട്ടും നിഷേധിക്കാനോ നിയമ നടപടി എടുക്കാനോ തയ്യാറാകാത്തതിൽ കോൺഗ്രസിൽ അമർഷം പുകയുന്നു. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിലാണ് ഷാഫി ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർക്കും കൊടകര കുഴൽപ്പണ സംഘം പണം നൽകിയെന്ന് വെളിപ്പെടുത്തിയത്. ഇതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായെന്ന് കാണിച്ച് ജില്ലയിലെ ഐ ഗ്രൂപ്പിന്റെ ചില മുതിർന്ന നേതാക്കൾ AICCക്ക് കത്തയച്ചു. ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിൽ പേരെടുത്ത് പറഞ്ഞ ആരോപണം ഉന്നയിച്ചിട്ടും നിഷേധിച്ച് പ്രസ്താവന നടത്താൻ പോലും ഷാഫി തയ്യാറാകാത്തത് കോൺഗ്രസിന്റെ മുഖം വികൃതമാക്കിയെന്നാണ് കത്തിൽ പറയുന്നത്. ആരോപണങ്ങൾക്ക് ഒന്നിനു പോലും മറുപടി പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറാകുന്നില്ല. പാർട്ടിക്കെതിരാകുന്ന അത്തരം പരാമർശങ്ങൾക്കെതിരെ DCCയും നിഷേധക്കുറിപ്പ് ഇറക്കുന്നില്ല. പാർട്ടി കൃഷ്ണകുമാർ ബിസിനസ് ഡീലുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറിയായ AK ഷാനബ് നേരത്തെ ആരോപിച്ചിരുന്നു. BJP ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെ സമരം നടത്താൻ മുൻ MLA തയ്യാറായിട്ടില്ല എന്നും ഡീലിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഷാഫിക്ക് പണം നൽകി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പാലക്കാട് BJP സ്ഥാനാർത്ഥി ആവർത്തിച്ചിട്ടും ഷാഫി ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. കൊടകരയിൽ കുഴൽപ്പണം എത്തിച്ച സംഘം ഷാഫി പറമ്പിലിന് 4 കോടി കൊടുത്തെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ആദ്യമായി ആരോപണം ഉന്നയിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയാണ് ഇത് വീണ്ടും ഉന്നയിക്കുന്നത്. കെ സുരേന്ദ്രന്റെ ആരോപണം തെറ്റാണെങ്കിൽ ഷാഫി പറമ്പിൽ മാനനഷ്ടത്തിന് കേസ് നൽകട്ടെ എന്നതായിരുന്നു പ്രതികരണം. പാലക്കാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലായിരുന്നു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. പാലക്കാട്ട് ഇത്തവണയും കോൺഗ്രസുകാർ കള്ളപ്പണം കൊണ്ടുവന്നെന്നും തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാറിലാണ് പണം എത്തിച്ചതെന്നുള്ള ആരോപണങ്ങൾ വീണ്ടും പുകമറയായി തന്നെ നിൽക്കുന്നുണ്ട്. പോലീസ് വിശദമായ അന്വേഷണം നടത്തണമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു വെക്കുന്നുമുണ്ട്. കെ സുരേന്ദ്രന്റെ ആരോപണത്തിൽ ഇതുവരെ ഷാഫി പറമ്പിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ പാലക്കാട്ടെ കള്ളപ്പണ കേസുമായുള്ള ഊഹാപോഹങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മാത്രമല്ല പാലക്കാടിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന 20-ാം തീയതിയാണ് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിനും കളമൊരുങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ഈസി വാക്ക് ഓവറായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കളത്തിലിറക്കിയതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പ്രചരിപ്പിച്ചിരുന്നു. അതിനുശേഷമുള്ള കോൺഗ്രസിന്റെ ഈസി വാക്ക് ഓവറിന് വലിയ തരത്തിലുള്ള ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസിൽ നിന്നും നിരവധി പേർ CPM-ലേക്ക് മാറിയതും വലിയ തരത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുണ്ട്. മാത്രമല്ല കള്ളപ്പണ വിവാദമെല്ലാം തന്നെ CPM-ന് തിരിച്ചടിച്ചു എന്ന് പറയുമ്പോഴും കോൺഗ്രസിനും അത് നേരിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പാലക്കാടിനെ സംബന്ധിച്ച് അവിടെ കോൺഗ്രസ് BJP ഡീല് ഉണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസിന് അകത്തു നിന്നുള്ള 2 വ്യക്തികൾ തന്നെ കൃത്യമായി തന്നെ തുറന്ന് സമ്മതിച്ചതാണ്. അത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം കൃത്യമായ രീതിയിലുള്ള മറുപടി, അതായത് വസ്തുതാപരമായിട്ടുള്ള മറുപടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. മാറി നിന്നുകൊണ്ടുള്ള വിമർശനങ്ങൾ മാത്രമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ഒരുപാട് മുന്നോടിയായി തന്നെ ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കളും BJP നേതാക്കളും തമ്മിലുള്ള ഒരു ഡീലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ദേശീയ നേതൃത്വത്തിന് കത്തും നൽകിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് BJPയും കോൺഗ്രസും തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല ശോഭാ സുരേന്ദ്രന്റെ ഈ ആരോപണത്തിന് കൃത്യമായ രീതിയിലുള്ള മറുപടി സംസ്ഥാന BJPയുടെ ഔദ്യോഗിക പക്ഷത്തിൽ നിന്നും ലഭിച്ചിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതിനുശേഷമാണ് ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ചില നീക്കങ്ങളെല്ലാം തന്നെ BJPയുടെ ഔദ്യോഗിക ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ശേഷം ശോഭാ സുരേന്ദ്രന്റെ കടന്നുവരവും പിന്നീട് BJPയിലെ ചില വിവാദങ്ങളെല്ലാം തന്നെ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളിലേക്ക് രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്നതിലേക്കും എല്ലാം തന്നെ വിരൽ ചൂണ്ടിയിരുന്നു. എന്തു തന്നെയാണെങ്കിലും പാലക്കാടിനെ സംബന്ധിച്ച് സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളോടെയാണ് ഇപ്പോൾ മണ്ഡലം കടന്നു പോകുന്നത് എന്ന് വേണം കരുതാൻ. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന് വെല്ലുവിളിയാകുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള കുഴൽപ്പണ ആരോപണങ്ങളെല്ലാം തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഷാഫി പറമ്പിലിന് ഏറെ സ്വീകാര്യതയുള്ള പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന്റെ പ്രതിച്ഛായയെ പോലും കോട്ടം തെറ്റുന്ന വിധത്തിലുള്ള നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പട്ടികയിൽ പേര് ചേർക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാജ പട്ടിക തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും കോൺഗ്രസിന് മേൽ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നുണ്ട്. സ്വാഭാവികമായും ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഘടകങ്ങളെല്ലാം തന്നെ അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. ആ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പോലും നേരിയ തോതിലുള്ള പോളിംഗ് ശതമാനത്തിലെ കുറവ് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വയനാട്ടിലെ വോട്ട് ശതമാനം വർദ്ധിക്കുന്നതും വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധി തരംഗത്തിന്റെ നേരിയ ഒരു ശതമാനമെങ്കിലും പാലക്കാടും ചേലക്കരയിലും പ്രതിഫലിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ പോളിംഗ് ശതമാനത്തിലെ കുറവും പ്രിയങ്ക തരംഗം വലിയ ഓളം സൃഷ്ടിക്കാതിരിക്കുന്നതുമെല്ലാം തന്നെ ഒരർത്ഥത്തിൽ വലിയ ക്ഷീണമുണ്ടാക്കാനുള്ള സാധ്യതയും ഏറെയാണ്. പ്രത്യേകിച്ചും ഷാഫി പറമ്പിലിനെതിരെ തന്നെ കോൺഗ്രസിനുള്ളിൽ ഒരു ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യമാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെയെല്ലാം തന്നെ കോൺഗ്രസിൽ തന്നെ വലിയ തരത്തിലുള്ള വിമത നീക്കമുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ VD സതീശനും ഷാഫി പറമ്പിലും മാത്രമാണ് അവരുടെ 2 പേരുടെ ഇച്ഛകൾ മാത്രമാണ് നടപ്പാക്കിയത് എന്നുള്ള വിമർശനങ്ങളും കോൺഗ്രസിന് അകത്തു നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇതേ സാഹചര്യത്തിൽ
സാഹചര്യത്തിലാണ് വീണ്ടും ഷാഫി പറമ്പിലിന് നേരെ അഥവാ അദ്ദേഹത്തിന്റെ മൗനത്തിനെ എതിർത്തുകൊണ്ട് വീണ്ടും ഒരു കത്ത് പോലും AICCക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ കോൺഗ്രസിന് ക്ഷീണം നൽകാനുള്ള സാധ്യത ഏറെയാണ്.